നമസ്കാരം. എൻ്റെ പേര് സംഗീത് ശിവൻ. എൻ്റെ സ്വദേശം പിറവം ആണ്. ഞാൻ ഒരു 10 വർഷക്കാലമായിട്ട് ഈ കലാരംഗത്തുണ്ട്. കലാരംഗ ഉപജീവനമായിട്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ. ചെറുപ്പം മുതലേ സ്കൂൾ കാലം തൊട്ടേ ഞാൻ ഡ്രോയിങ്ങുകൾ ചെയ്യാറുണ്ട്. അന്ന് തൊട്ടേ എനിക്ക് ഡ്രോയിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ +2 കഴിഞ്ഞ് RLV കോളേജിൽ BFA അഡ്മിഷൻ എടുത്തു. ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായി. RLV കഴിഞ്ഞിട്ട് MFA കാലടി ശ്രീ ശങ്കരാചാര്യസ് കോളേജിലായിരുന്നു. ഒരുപാട് എക്സിബിഷനും ഗ്രൂപ്പ് എക്സിബിഷനും പങ്കെടുത്തിട്ടുണ്ട്. സോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത് തന്നെ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. 2016 ബിനാലയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അക്കാദമിയുടെ കരുണാകരൻ സ്കോളർഷിപ്പ്, അക്കാദമിക് സ്കോളർഷിപ്പ് പോലത്തെ സ്കോളർഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഫെലോഷിപ്പ്, വജ്രജൂബിലി ഫെലോഷിപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ LP സ്കൂൾ മുതലേ ചിത്രം വരയ്ക്കാറുണ്ട്. അപ്പോൾ ടീച്ചർമാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടുകാരായിരുന്നു നന്നായിട്ട് സപ്പോർട്ട് ചെയ്തപ്പോൾ ഇത് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് കോളേജിൽ പോയിട്ട് ആർട്ട് പഠിക്കണം എന്നൊക്കെ അവരാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് RLV കോളേജ് പോലൊരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് അഡ്മിഷൻ ഇവിടെ കിട്ടി. 4 കൊല്ലത്തെ കോഴ്സായിരുന്നു. 4 കൊല്ലം RLV കോളേജിൽ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മാസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കാലടി ശങ്കരാചാര്യ കോളേജിൽ അഡ്മിഷൻ കൊടുത്തു. അവിടെ കിട്ടി. രണ്ട് കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞു. അവിടുന്ന് പഠിച്ചിറങ്ങി. ഈ ചിത്രകല പഠിച്ചത് എനിക്ക് വളരെ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പോൾ പൊതുസമൂഹത്തിൽ കുറേ ചിത്രകാരന്മാരെ മാറ്റി നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ കലാകാരന്മാരെ പൊതുവായിട്ട് മാറ്റി നിർത്തുന്നുണ്ട്. കോവിഡ് പോലെ സാഹചര്യം വന്നപ്പോഴും ആദ്യം ഇവർ ഒഴിവാക്കുന്നത് ചിത്രകല അല്ലെങ്കിൽ കലാരംഗത്തെയാണ് ഒഴിവാക്കുന്നത്. അപ്പോൾ ചിത്രകല എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും ചിത്രകലയിലേക്ക് കൂടുതലായിട്ട് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർ കുറേയും കൂടി താഴ്ന്ന് നിൽക്കുന്ന ഒരാൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറേ കൂടി പ്രോത്സാഹനം കിട്ടുവാണെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി മുൻപന്തിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. സാധാരണ വരയ്ക്കുന്ന ചിത്രങ്ങൾ കൂടുതലും പ്രകൃതിയും മനുഷ്യനും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ പ്രകൃതിയിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു ആകുലതയും അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെയാണ് ഡ്രോയിങ്ങുകൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർ കളറിലാണ് കൂടുതൽ ഡ്രോയിങ് ചെയ്യാൻ താല്പര്യം. വാട്ടർ കളർ, യെല്ലോ, ഓക്കർ കളറിലാണ് കൂടുതലായിട്ടും. ഇപ്പോൾ പഴമയുടെ അല്ലെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതിയുടെ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതിയെക്കുറിച്ചുള്ളൊരു ആകുലതയൊക്കെയാണ് കൂടുതലും ഡ്രോയിങ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഞാൻ ചിത്രം വരയ്ക്കുമ്പോൾ അതേപോലെ പകർത്തുമല്ല ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉണ്മ ഉൾക്കൊണ്ട് എൻ്റേതായ രീതിയിൽ എൻ്റേതായ കളറിൽ ഒരു വാട്ടർ കളറിൽ പ്രത്യേക ശൈലിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതലും ആ ഒരു ആശയത്തെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മലപ്പുറത്തെ തിരൂർ ഒരു സ്കൂളാണ്, ഒരു സ്പെഷ്യൽ സ്കൂളാണ്. ഇവിടെ കുട്ടികൾക്ക് ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്ന കുറച്ച് ചിത്രങ്ങളാണ്. ഇത് അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സും അവർക്ക് ഇഷ്ടപ്പെട്ട പൂക്കളും ചിത്രരൂപങ്ങളൊക്കെ ആയിട്ട് ഒരു ക്ലാസ് റൂം ഒന്ന് പുതിയതായിട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ക്ലാസ്സിലേക്ക് കുറച്ചും കൂടി സന്തോഷകരമായിട്ട് പഠിക്കാനും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ്.
ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പഠിത്തം കഴിഞ്ഞിട്ടും അക്കാദമിയിൽ എനിക്ക് ഒരുപാട് ക്യാമ്പുകൾ കിട്ടിയിട്ടുണ്ട്. അക്കാദമിക്ക് സ്ഥിരമായിട്ട് സ്റ്റേറ്റ് എക്സിബിഷനുകളിൽ വർക്ക് അയക്കാറുണ്ട്, സെലക്ഷൻ ആവാറുണ്ട്, വർക്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാദമിയിൽ നിന്ന് ഒരുപാട് ക്യാമ്പുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കോവിഡ് കാലത്തും എനിക്ക് അക്കാദമിയിൽ നിന്ന് ചകിരി ചരിത്രം എന്നൊരു ക്യാമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്യാമ്പുകൾ നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മുടെ മുന്നോട്ടുള്ളൊരു ആർട്ട് ജീവിതത്തിന് അത് ഭയങ്കര ഒരു സഹായമാണ്. നമുക്ക് മെറ്റീരിയൽസ് മേടിക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് അത് സഹായപ്പെടുന്നുണ്ട്.